സോ ക്ലോണിംഗ് വെക്ടറിൻ്റെ അവസാനത്തെ സവിശേഷതയാണ് നമ്മൾ പറഞ്ഞു ഓറൈ പറഞ്ഞു, സെലക്റ്റബിൾ മാർക്കർ പറഞ്ഞു, ക്ലോണിംഗ് സൈറ്റ് പറഞ്ഞു. നാലാമത്തെ ഫീച്ചറാണ് വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. സോ ക്ലോണിംഗ് വെക്ടർ ഒരു വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ട്രാൻസ്ഫർ ജീൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിലും ജീൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു വെക്ടറായിട്ട് ഈ ക്ലോണിംഗ് വെക്ടർ ആക്ട് ചെയ്യണം. അതാണ് അവസാനത്തെ നമ്മൾ പറയുന്ന ആ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചർ, ക്ലോണിംഗ് വെക്ടറിന് വേണ്ട ഫീച്ചേഴ്സ്. സോ വെക്ടേഴ്സ് ഫോർ ക്ലോണിംഗ് ജീൻസ്, ജീനുകളെ ക്ലോൺ ചെയ്യാനുള്ള വെക്ടറുകളായിട്ട് ആക്ട് ചെയ്യുന്നു. ഇതിൽ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. സോ നമ്മൾ ഏത് ജീനിനെയാണോ ആ ക്ലോൺ ചെയ്ത് അത് ജീൻ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോണിംഗ് വെക്ടറിനെ ഉപയോഗിക്കുന്നതാണ്. സോ അതിന് നമ്മൾ എക്സാമ്പിൾ പറയുന്നത് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. സോ നമ്മൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്നത് ഒരു സോയിലിൽ കാണുന്ന ഒരു ബാക്ടീരിയമാണ്. ആൻഡ് പാത്തജൻ ഓഫ് സെവറൽ ഡൈക്കോട്ട് പ്ലാന്റ്സ്, ഒരുപാട് ഡൈക്കോട്ട് പ്ലാന്റുകളുടെ ഒരു പാത്തജനായിട്ട്, ഫോർ എക്സാമ്പിൾ ടൊമാറ്റോ, പൊട്ടറ്റോ, അതുപോലത്തെ ഒരുപാട് ടുബാക്കോ പോലെയുള്ള ഒരുപാട് പ്ലാന്റ്സുകളുടെ, അങ്ങനത്തെ ഡൈക്കോട്ട് പ്ലാന്റുകളുടെ പാത്തജനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ബാക്ടീരിയമാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഒരു സോയിലിൽ കാണുന്ന ബാക്ടീരിയമാണ്. ഒരുപാട് ഡൈക്കോട്ട് പ്ലാന്റുകൾക്ക് ഇതൊരു പാത്തജനായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്താണ്, അതിനൊരു എബിലിറ്റി ഉണ്ട്. ദേ ക്യാൻ ഏബിൾ ടു ഡെലിവർ എ പീസ് ഓഫ് DNA. ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറഞ്ഞ ഡൈക്കോട്ട് പ്ലാന്റിൽ കാണുന്ന ഈ പാത്തജന് ഒരു പീസ് ഓഫ് DNA, ഒരു പെർട്ടിക്കുലർ പീസ് ഓഫ് DNA ഡെലിവർ ചെയ്യാനുള്ള എബിലിറ്റീന്, ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റീന്, ആ പീസ് ഓഫ് DNA ആണ് പറയുന്നത് tDNA. സോ tDNA എന്ന് പറഞ്ഞ ആ പീസ് ഓഫ് DNA ഡെലിവർ ചെയ്യാനുള്ള എബിലിറ്റി അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറഞ്ഞ സോയിൽ ബാക്ടീരിയത്തിനുണ്ട്, സോയിലിൽ കാണുന്ന ഒരു പാത്തജൻ. സോ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ബാക്ടീരിയകളിൽ നിന്നും വൈറസുകളിൽ നിന്നും ജീനുകൾ പ്ലാന്റ്സിലേക്കും അനിമൽസിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ട്രാൻസ്ഫറിങ് ജീൻസ് ഇൻ ടു പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫ്രം ബാക്ടീരിയ ആൻഡ് വൈറസ്, ഇത് ഒരുപാട് കാലം തൊട്ട് കേൾക്കുന്നതാണ്. സോ ബാക്ടീരിയകളിൽ നിന്നും വൈറസുകളിൽ നിന്നും ജീനുകളെ എടുത്ത് ആ ജീനുകളെ നമ്മൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകളിലും അനിമലിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്ക് അത്ഭുതം തോന്നും, എങ്ങനെയാണ് ഈ ബാക്ടീരിയയിൽ നിന്നും വൈറസുകളിൽ നിന്നും ജീനുകളെ എടുത്തിട്ട് എങ്ങനെയാണ് ആ ജീനുകളെ ഈ പറഞ്ഞ യൂക്കാരിയോട്ടിക് സെല്ലുകളായ പ്ലാന്റിലേക്കും അനിമലിലേക്കും ഡെലിവറി ചെയ്ത് അല്ലെങ്കിൽ അത് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതായത് നമ്മുടെ പ്ലാന്റ്സ് അനിമൽസ് പോലെയുള്ള യൂക്കാരിയോട്ടിക് സെല്ലുകളെ എങ്ങനെയാണ് ഈ ബാക്ടീരിയയും വൈറസുകളിൽ നിന്നും ജീൻ എടുത്ത് ഡെലിവറി ചെയ്ത് ട്രാൻസ്ഫോംഡ് ആക്കുന്നത്, എങ്ങനെയാണ് ഈ പറഞ്ഞ യൂക്കാരിയോട്ടിക്കും ആയുള്ള പ്ലാന്റും അനിമൽ സെല്ലുകളും ബാക്ടീരിയയും വൈറസിൽ നിന്ന് കിട്ടുന്ന ജീനുകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നത്, അതായത് ബാക്ടീരിയ വൈറസിന് എന്താണോ വേണ്ടത് അവരെങ്ങനെയാണ് ഏത് ടൈപ്പ് ജീൻ എക്സ്പ്രഷനാണോ കാണിക്കുന്നത് അതുപോലത്തെ ഒരു ജീൻ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഈ യൂക്കാരിയോട്ടിക് സെല്ലുകളായ പ്ലാന്റിലും അനിമലിലും കാണിക്കുന്നത് ത്രൂ ഈ ജീൻ ട്രാൻസ്ഫറിലൂടെ നമുക്ക് തോന്നും. സോ അതിൽ ഒരു എക്സാമ്പിളാണ് ഇപ്പം ഞാൻ പറഞ്ഞ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറഞ്ഞത്. സോ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഇതുപോലെ സോയിലിൽ കാണുന്ന ഒരു ബാക്ടീരിയമാണ്, ഡൈക്കോട്ട് പ്ലാന്റുകളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പാത്തജനാണ്. ഇതിന് ഈ പീസ് ഓഫ് DNA ലൈക്ക് tDNA പോലത്തെ DNAകളെ ട്രാൻസ്ഫർ ട്യൂമർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള DNAകൾ, അങ്ങനത്തെ DNAകളെ ട്രാൻസ്ഫർ ചെയ്യാൻ ഉള്ള ഒരു എബിലിറ്റി അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതൊരു വെക്ടറായിട്ട് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസി അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിനുണ്ട്. സോ നമ്മൾ ഏത് യൂക്കാരിയോട്ടിക് സെല്ലിലാണോ ഒരു ബാക്ടീരിയയുടെ വൈറസിൻ്റെ ജീനുകളെ ഇട്ട് കഴിഞ്ഞാൽ ഈ യൂക്കാരിയോട്ടിക് സെല്ലുകൾ ബാക്ടീരിയയും വൈറസും എങ്ങനെയാണോ ബിഹേവ് ചെയ്യണേ അതുപോലെ ബിഹേവ് ചെയ്യുന്നു. സോ കൺട്രോൾ വന്നിട്ട് അവരിലായിരിക്കും. സോ നമ്മൾ ഈ ഒരു എബിലിറ്റി ഈ പറഞ്ഞ ബാക്ടീരിയകളിലും വൈറസുകളിലും പെർട്ടിക്കുലർ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള യൂക്കാരിയോട്ടിക് സെല്ലുകളിൽ ആ ഡെലിവർ ചെയ്ത് അതിനെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മളൊരു ക്ലോണിംഗ് വെക്ടറിൽ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫറാണ് ഒരു തരത്തിൽ നമ്മൾ പറയുന്നത്. സോ നമ്മുടെ അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ് എന്ന് പറഞ്ഞ സോയിലിൽ കാണുന്ന ഒരു ഡൈക്കോട്ട് പ്ലാന്റുകളെ എഫക്റ്റ് ചെയ്യുന്ന പാത്തജന് tDNA ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്.
സോ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആ സോയിൽ ബാക്ടീരിയത്തിന്, ഈ ഡൈക്കോട്ട് പ്ലാന്റുകളെ അറ്റാക്ക് ചെയ്യുന്ന ആ പാത്തജനിക് ആയിട്ടുള്ള ബാക്ടീരിയത്തിന് നമ്മൾ പറഞ്ഞു ഒരു പീസ് ഓഫ് DNA കോൾഡ് TDNA, ആ TDNA ഡെലിവർ ചെയ്യാനായിട്ട്, ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ട്രാൻസ്ഫോം നോർമൽ പ്ലാന്റ് സെൽസ് ഇൻ ടു ട്യൂമർ സെൽ. സാധാരണ പ്ലാന്റ് സെല്ലുകളെ ട്യൂമർ സെല്ലുകളായിട്ട് മാറ്റാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിന്. ആ ട്യൂമർ സെല്ലുകളെ വിളിക്കുന്ന പേരാണ് ക്രൗൺ ഗോൾ. സോ പ്ലാന്റ്സുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ക്രൗൺ ഗോൾ ട്യൂമർ എന്ന് പറയുന്നത്. സോ ക്രൗൺ ഗോൾ എന്ന് പറയുന്നത് ഒരു ട്യൂമർ സെല്ലാണ്. പ്ലാന്റുകൾ അറ്റാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റുകളിൽ ബാധിക്കുന്ന ഒരു ഡിസീസാണ് ക്രൗൺ ഗോൾ ട്യൂമർ. അതിന് കാരണം ഏതാണ്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. സോ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് TDNA ട്രാൻസ്ഫർ ചെയ്ത് നോർമൽ പ്ലാന്റ് സെല്ലിനെ ട്യൂമർ സെൽസുകളായിട്ട് മാറ്റുന്നു. ആ ട്യൂമർ സെല്ലുകൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ദീസ് ട്യൂമർ സെൽസ് പ്രൊഡ്യൂസ് ദ കെമിക്കൽസ്. സോ ഇങ്ങനെ നോർമൽ സെല്ലുകളെയൊക്കെ ട്യൂമർ സെല്ലുകൾ അല്ലെങ്കിൽ ക്രൗൺ ഗോൾ ട്യൂമർ സെല്ലുകളായിട്ട് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്യൂമർ സെല്ലുകളൊക്കെ എന്താവും? പ്രൊഡ്യൂസ് ദ കെമിക്കൽസ്. ഈ ട്യൂമർ സെല്ലുകളൊക്കെ കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും റിക്വയർഡ് ബൈ ദ പാത്തജൻ. ഈ പാത്തജൻ ആവശ്യമുള്ള തരത്തിലുള്ള കെമിക്കൽസുകളൊക്കെ ഈ ട്യൂമർ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദിസ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ആയിട്ട് മാറുന്നു. സോ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ത് ചെയ്യുന്നു? TDNA ഡെലിവർ ചെയ്ത് നോർമൽ സെല്ലുകളെല്ലാം അല്ലെങ്കിൽ TDNA വഴി നോർമൽ സെല്ലുകളെയെല്ലാം, നോർമൽ പ്ലാന്റ് സെല്ലുകളെയെല്ലാം ട്യൂമർ സെൽസ് ആയിട്ട് മാറ്റുന്നു. ഈ ട്യൂമർ സെൽസുകൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ദീസ് ട്യൂമർ സെൽസിനെ എന്തായിട്ട് മാറ്റുന്നു? കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പാത്തജന് റിക്വയർഡ് ആയിട്ടുള്ള കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ TI പ്ലാസ്മിഡ്, നമ്മൾ പറയുന്ന ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിൽ ഒരു പ്ലാസ്മിഡ് ഉണ്ട്. ആ പ്ലാസ്മിഡാണ് വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. നമ്മളിവിടെ വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് പറയുന്നത്. സോ TI പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് എന്നർത്ഥം. TI എന്ന് പറഞ്ഞാൽ ട്യൂമർ ഇൻഡ്യൂസിങ്. സോ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് ഓഫ് ആര്? നമ്മുടെ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിൻ്റെ ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള പ്ലാസ്മിഡ് അതെന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കുന്നു. സോ ഈ ബാക്ടീരിയത്തിന് എന്താണ്? നോർമൽ പ്ലാന്റ് സെല്ലിനെ കൊണ്ട് ട്യൂമർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ അവിടെ ഡെലിവർ ചെയ്യുന്ന ജീന് TDNA ആണ്. സോ നമ്മൾ ഈ ബാക്ടീരിയത്തിൻ്റെ ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള, ഈ ബാക്ടീരിയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്ലാസ്മിഡിനെ, ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആ TI പ്ലാസ്മിഡിനെ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്ത് ഇൻറ്റു ക്ലോണിങ് വെക്ടറാക്കി മാറ്റുന്നു. സോ മോഡിഫൈഡ് ഇൻറ്റു ക്ലോണിങ് വെക്ടർ. നമുക്ക് ഏതെങ്കിലും ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ക്ലോണിങ് വെക്ടറായിട്ട് നമ്മൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യസിൻ്റെ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡിനെ മോഡിഫൈ ചെയ്ത് എടുക്കുന്നു. സോ നോ മോർ പാത്തോജനിക് ടു പ്ലാന്റ്സ്. സോ ഇങ്ങനെ ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിൻ്റെ ആ ബാക്ടീരിയത്തിൻ്റെ ട്യൂമർ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആ പ്ലാസ്മിഡിനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു മോഡിഫൈ ചെയ്തൊരു ക്ലോണിങ് വെക്ടർ ആക്കി കഴിഞ്ഞാൽ അതിൽ പാത്തോജെനിസിറ്റി ഉണ്ടാവില്ല. നോ മോർ പാത്തോജനിക് ടു പ്ലാന്റ്സ്. പ്ലാന്റ്സിന് പാത്തോജനിസ് ഉപദ്രവം ഒന്നും തന്നെ ഉണ്ടാവില്ല. മാത്രവുമല്ല, ബട്ട് ഏബിൾ ടു ഡെലിവർ ജീൻ ഓഫ് അവർ ഇൻട്രസ്റ്റ്. നമ്മൾ പറയുന്ന ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ആ പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. സോ ഈ TI പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡിൻ്റെ എന്താണ് ചെയ്യുന്നത്? ആ പാത്തോജനിക് ആയിട്ടുള്ള ആക്ഷൻ, ഹാംഫുൾ ആയിട്ടുള്ള ആക്ഷനെ നമ്മൾ മാറ്റി നിർത്തി അതിനെ മോഡിഫൈ ചെയ്ത്, അതായത് ആ ഒരു ഹാംഫുള്ളായുള്ള ആക്ഷനെ ഡിസ്ട്രോയ് ചെയ്ത് അതിൻ്റെ എബിലിറ്റി ടു ജീൻ ട്രാൻസ്ഫർ, ജീനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റി മാത്രം നമ്മൾ അതിനെ എടുക്കുന്നു ത്രൂ മോഡിഫിക്കേഷൻ. സോ മോഡിഫൈ ചെയ്ത് അതിനൊരു ക്ലോണിങ് വെക്ടറായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ TI പ്ലാസ്മിഡ് ഒരു ക്ലോണിങ് വെക്ടറായിട്ട് മാറുകയും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പ്ലാന്റുകളിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. സോ ഇവിടെ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഇറ്റ് ആക്ട് ആസ് എ ക്ലോണിങ് വെക്ടർ. അതിൻ്റെ ഏതാണ് ക്ലോണിങ് വെക്ടറായിട്ട്? അതിൽ
TA പ്ലാസ്മിഡാണ് ഒരു ക്ലോണിങ് വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതുപോലെ ഹാംഫുള്ളായിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹാംഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ആ ഹാംഫുൾ നേച്ചർ മാറ്റി അതിന് വേറെ ഏതാണ് എബിലിറ്റി, ഇതുപോലെ ജീൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റി മാത്രം എടുത്ത് നമ്മളൊരു ക്ലോണിങ് വെക്ടറാക്കി മാറ്റുന്നു. സോ ഈ വെക്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് ജീനുകൾ പെർട്ടിക്കുലറായുള്ള ഓർഗാനിസത്തിലേക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. സോ പാത്തോജെനിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യില്ല എന്ന് മാത്രമല്ല നമ്മൾക്ക് ആവശ്യമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ആ പെർട്ടിക്കുലർ ഓർഗാനിസത്തിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ റിട്രോ വൈറസുകൾ. സോ റിട്രോ വൈറസുകളെ നമ്മളിതുപോലെ ഇത് നമ്മൾ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ജീൻ ട്രാൻസ്ഫർ എന്നാണ് എക്സാമ്പിൾ പറഞ്ഞത്. അടുത്ത എക്സാമ്പിൾ പറയുന്നത് റിട്രോ വൈറസുകൾ. റിട്രോ വൈറസുകൾ അനിമൽസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ റിട്രോ വൈറസിൽ അനിമൽസിൽ ഈ റിട്രോ വൈറസുകൾക്ക് ഉള്ള എബിലിറ്റി എന്ന് പറഞ്ഞാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫോം നോർമൽ സെൽസ് ഇൻ ടു ക്യാൻസറസ് സെൽസ്. സോ റിട്രോ വൈറസിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിമൽ സെല്ലുകളിൽ നോർമൽ സെല്ലുകളെ ക്യാൻസറസ് സെല്ലുകളായിട്ട് മാറ്റാനുള്ള എബിലിറ്റി ആർക്കുണ്ട്? റിട്രോ വൈറസിനുണ്ട്. സോ റിട്രോ വൈറസിനെ ഇതുപോലെ തന്നെ നമ്മുടെ അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യസിൻ്റെ TA പ്ലാസ്മിഡിനെ മോഡിഫൈ ചെയ്തതുപോലെ തന്നെ റിട്രോ വൈറസിൻ്റെ ഈ പാത്തോജെനിസിറ്റിനെ ഡിസാം ചെയ്യുന്നു, അതിനെ ഉപദ്രവമില്ലാത്ത രീതിയിലാക്കി മാറ്റുന്നു. ഡിസാം ചെയ്തിട്ട് യൂസ് ടു ഡെലിവർ ഡിസൈറബിൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു ആനിമൽ സെൽ. നമുക്ക് ആവശ്യത്തിലുള്ള നമ്മൾ ആവശ്യപ്രകാരമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ പെർട്ടിക്കുലർ DNA സീക്വൻസിനെ നമുക്ക് ആനിമൽ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു വെക്ടറായിട്ട് ആരെ മാറ്റുന്നു? നമ്മൾ റിട്രോ വൈറസിനെ മാറ്റുന്നു. സോ റിട്രോ വൈറസും അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസും ഇവിടെ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ദേ ആക്ട് ആസ് എ ക്ലോണിങ് വെക്ടർ. സോ വെക്ടറുകളെ നമുക്ക് വെക്ടറിൻ്റെ എബിലിറ്റി എന്നാൽ നമുക്ക് ആവശ്യമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ ഡെലിവർ ചെയ്യാൻ സഹായിക്കുന്നതാണ് വെക്ടർ അഥവാ കാരിയർ. സോ ക്ലോണിങ് വെക്ടറിൽ ഈ പറഞ്ഞ പ്ലാന്റ്സിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിനെയും അതുപോലെ അനിമൽസിലാണ് പെർട്ടിക്കുലർ ഡിസൈർഡ് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ റിട്രോ വൈറസുകളെയും നമ്മൾ ഉപയോഗിക്കുന്നു. ഇത് രണ്ടിലും അവരുടെ പാത്തോജെനിസിറ്റി എടുത്ത് മാറ്റി അവരുടെ ജീനുകളെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റി മാത്രം നമ്മൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിനെ ഒരു ക്ലോണിങ് വെക്ടറാക്കി മാറ്റുന്നു. സോ ആ ക്ലോണിങ് വെക്ടർ വഴി നമ്മൾ കൊടുക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആ ടാർഗറ്റ് സെല്ലുകളിൽ അത് എക്സ്പ്രസ്ഡ് ആവുന്നു മാത്രമല്ല അതിലേക്ക് ആ ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. സോ ഇൻ ദിസ് വേ ജീൻ ഓർ എ DNA ഫ്രാഗ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു പെർട്ടിക്കുലർ ജീൻ അല്ലെങ്കിൽ ഒരു DNA ഫ്രാഗ്മെൻറ്റ് ലൈഗേറ്റഡ് ഇൻ ടു എ സ്യൂട്ടബിൾ വെക്ടർ. ഈ ജീൻ അല്ലെങ്കിൽ DNA ഫ്രാഗ്മെൻറ്റിനെ നമ്മൾ ഒരു സ്യൂട്ടബിൾ വെക്ടർ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വെക്ടർ ഏതാണോ കാരിയർ ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വെക്ടർ. പല ടൈപ്പ് ക്ലോണിങ് വെക്ടറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. പ്ലാസ്മിഡ് പറഞ്ഞു, കോസ്മിഡ് പറഞ്ഞു, ബാക്ടീരിയോഫേജ് പറഞ്ഞു, അങ്ങനെ ഒരുപാട് വെക്ടറുകൾ, ഷട്ടിൽ വെക്ടർ പറഞ്ഞു, ട്രാൻസ്പോസോൺസ് പറഞ്ഞു. ഇപ്പോൾ പ്ലാന്റിൽ യൂസ് ചെയ്യുന്ന അഗ്രോബാക്ടീരിയൻ ട്യൂമിഫേഷ്യൻസ്, ആനിമൽസിലാണെങ്കിൽ റിട്രോ വൈറസ്. സോ ഇതൊക്കെ അഗ്രോബാക്ടീരിയം റിട്രോ വൈറസൊക്കെ വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫറിന് എക്സാമ്പിൾ കൂടിയാണ്. സോ ഇതുപോലത്തെ ഏത് സ്യൂട്ടബിൾ വെക്ടറാണോ ആ സ്യൂട്ടബിൾ വെക്ടറിലേക്ക് നമ്മൾ നമ്മുടെ ഡിസൈർഡ് ജീനുകളെയോ അല്ലെങ്കിൽ DNA ഫ്രാഗ്മെൻറ്റുകളെ ലൈഗേറ്റ് ചെയ്യുന്നു, ജോയിൻ ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫേർഡ് ഇൻ ടു എ ബാക്ടീരിയൽ പ്ലാന്റ് ഓർ ആനിമൽ സെൽ. എന്നിട്ട് ആ ജോയിൻ ചെയ്ത ആ റിക്കോമിനൻ്റ് ആയുള്ള ഇതിനെ നമ്മൾ ബാക്ടീരിയയിലേക്കോ പ്ലാന്റിലേക്കോ ആനിമലോ പോലുള്ള ഹോസ്റ്റ് സെല്ലുകളിലേക്ക് നമ്മൾ ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അവിടെ ഈ ബാക്ടീരിയ പ്ലാന്റ് ആനിമൽ അതെന്ത് ചെയ്യുന്നു? നമ്മൾ കൊടുത്ത ആ DNA ഓർ ജീൻ ഫ്രാഗ്മെൻ്റ് എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതുവഴി ക്ലോണിങ് വെക്ടർ എന്താ ചെയ്യുന്നത്? ക്ലോണിങ് വെക്ടർ ഒരു ജീൻ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു, ഒരു കാരിയറായിട്ട് വെക്ടർ ആക്ട് ചെയ്യാണ്. നമ്മൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ക്യാരി ചെയ്യാനുള്ള, ഡെലിവർ ചെയ്യാനുള്ള ഒരു കാരിയറായിട്ട് വെക്ടറുമായിട്ടാണ് നമ്മുടെ ക്ലോണിങ് വെക്ടർ ആക്ട് ചെയ്യുന്നത്. സോ ഒരു ക്ലോണിങ് വെക്ടറിന് ഉണ്ടായിരിക്കേണ്ട അവസാനത്തെ സവിശേഷതയാണ് എന്താണ്? ഇറ്റ് വെക്ടേഴ്സ് ഫോർ ക്ലോണിങ് ജീൻസ്. ഏത് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെയാണോ നമ്മൾ ക്ലോൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയുള്ള ഒരു വെക്ടറായിട്ട് ഈ ക്ലോണിങ് വെക്ടർ, അത് മേ ബി ഇൻ പ്ലാന്റ്സ് ഓർ ഇൻ അനിമൽസ്.
സോ ജീൻ ഓർ DNA ഫ്രാഗ്മെൻറ്റ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ജീൻ അല്ലെങ്കിൽ DNA ഫ്രാഗ്മെൻറ്റ് നമ്മളതിനെ ഒരു സ്യൂട്ടബിൾ വെക്ടറുമായിട്ട് കണക്ട് ചെയ്ത് ലൈഗേറ്റ് ചെയ്ത് അതിനെ നമ്മൾ ബാക്ടീരിയ, പ്ലാന്റ് അഥവാ അനിമൽ പോലെയുള്ള യുക്കാരിയോട്ടിക്കോ അല്ലെങ്കിൽ പ്രൊക്കാരിയോട്ടിക്കായിട്ടുള്ള ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതിനുശേഷം ആ ബാക്ടീരിയയിലും പ്ലാന്റിലും അനിമലിലും നമ്മൾ കൊടുത്ത DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഫ്രാഗ്മെൻ്റ് എന്ത് സംഭവിക്കുന്നു, അത് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കോപ്പി ഉണ്ടാക്കുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത് ക്ലോണിങ് ജീൻ. നമ്മൾ കൊടുക്കുന്ന ജീനിനെ ക്ലോൺ ചെയ്യാനായിട്ട് ഈ ക്ലോണിങ് വെക്ടറുകൾ സഹായിക്കുന്നു. സോ പ്ലാന്റിലാണെങ്കിൽ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് വഴി അതിലെ TI പ്ലാസ്മിഡ്, ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് വഴിയും, അനിമലിലാണെങ്കിൽ റിട്രോ വൈറസ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ഒരു DNA അല്ലെങ്കിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നു with the help of a cloning vector. This is an example of vector mediated gene transfer.